പാലാ നഗരസഭയിൽ മൂന്നിടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാത്തത് ബിജെപിയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലെന്ന് ജോസ് കെ മാണി. പല സ്ഥലത്തും യുഡിഎഫ് പാനലില്ല. ഇത് തകർച്ചയുടെ ലക്ഷണങ്ങളാണ് സൂചിപ്പിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്തത്. ഇവിടെ ബിജു പുളിക്കക്കണ്ടം, സഹോദരൻ ബിനു പുളിക്കക്കണ്ടം, ഇദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടെയുള്ളവരാണ് സ്വതന്ത്രരായി മത്സരിക്കുന്നത്. ഇതിൽ ബിജു പുളിക്കക്കണ്ടം സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയാണ്. ആ ബന്ധം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത് അദ്ദേഹത്തിന്റെ പ്രചരണ രംഗത്തും സജീവമായിരുന്നു ബിജു. BJP ബന്ധമുള്ള ബിജു ഉൾപ്പെടെ 3 പേർക്കെതിരെയും UDF സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നില്ല. ഇത് BJPയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ജോസ് കെ മാണി ആരോപിക്കുന്നു. പല സ്ഥലത്തും സ്ഥാനാർത്ഥികളില്ല, പല സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, പല സ്ഥലത്തും BJPയുമായി ബന്ധപ്പെട്ട ചില അന്തർധാര ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും UDF എന്ന് പറയുന്ന ഒരു പാനൽ ഇല്ലല്ലോ. എന്തെല്ലാം ധാരണകൾ ഉണ്ടാക്കിയാലും BJP ഭരിക്കുന്ന മുത്തോലിയും BJP UDF ധാരണ ഉണ്ടായിരുന്ന കിടങ്ങൂർ പഞ്ചായത്തും LDF തിരിച്ചുപിടിക്കുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. മുത്തോലിൽ ഈ പ്രാവശ്യം യാതൊരു സംശയവുമില്ല, LDF അധികാരത്തിൽ ആ പ്രാദേശിക പ്രദേശത്ത് വരും, സംശയമില്ല. അത് കിടങ്ങൂരും വരും. കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത്. സാംജിത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.